അതെ, നിങ്ങൾ ഈ സത്യം അറിയണം. ഏലക്കച്ചെടിയിൽ നിങ്ങൾ എത്ര വെള്ളവും വളവും ഒഴിച്ചിട്ടും മാറ്റങ്ങൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ സത്യം അറിയണം. ആ മറഞ്ഞിരിക്കുന്ന ശത്രു ആരാണ്? ആ മറഞ്ഞിരിക്കുന്ന ശത്രു എവിടെയാണ് ഇരിക്കുന്നത്? അത് വെള്ളത്തിലാണോ അല്ലെങ്കിൽ മണ്ണിലാണോ? നിങ്ങൾ ഇതെല്ലാം തന്നെ തിരിച്ചറിയണം. നമസ്കാരം കർഷകരെ, കാത്യായനി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതേ കർഷകരെ, ഏലം ഒരു വളരെ ചിലവേറിയ ഒരു വിളയാണ്. ഏകദേശം ഒരു ഏക്കറിന് 4000 മുതൽ 6000 രൂപ വിലയാണ് ഏലത്തിന്റെ ചിലവ് വരുന്നത്. അത്രയ്ക്കും ചിലവ് ചെയ്തിട്ടും ഫലം ഒന്നും തന്നെ ലഭിച്ചില്ലെങ്കിൽ അതൊരു കർഷകന് താങ്ങാനാവുന്നതിനും അപ്പുറമാണ്. അതെ, ഈ ഏലച്ചെടി ഉണങ്ങുന്നതിന്റെ പിന്നിലും ഒരു ശത്രുവുണ്ട്. അതായത് നമ്മളുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത നെമാറ്റോഡ്, അതായത് നീമവിര. ഇത് നമ്മളുടെ കണ്ണുകൾ കൊണ്ട് നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ ഇവകളുടെ ആക്രമണം വളരെ ശക്തമാണ്. ഇവകൾ വേരിൽ ഒളിഞ്ഞിരുന്ന് വേരിനെ ആക്രമിക്കുന്നു. ഈ നീമവിരകൾ വേരുകളെ ആക്രമിക്കുന്നതിലൂടെ വേരിൽ ഒരു ഗാൾ ഫോർമേഷൻ ഉണ്ടാവും. അതിനാൽ വേരുകൾക്ക് ആരോഗ്യം ലഭിക്കില്ല. അതുപോലെ തന്നെ അത് ചെടിയെ നന്നായി ഇഫക്ട് ചെയ്യും. അതെ, ഈ ശത്രുക്കളെ എങ്ങനെ തിരിച്ചറിയാം? അതിനപ്പുറം ഇവകൾക്കുള്ള മരുന്ന് ഏതാണ്? എല്ലാം നമുക്ക് ഇപ്പോൾ തന്നെ ചർച്ച ചെയ്യാം. ഒന്നാമത്തേതായി കാത്യായനി നെമാക്യൂർ. അതെ, ഇതാണ് പാസിലോമൈസിസ് ഇലാസൈനിസ്. ഇതൊരു ബയോനിമാറ്റിസൈഡ് ആണ്, അതായത് ജൈവ നീമാവിര നാശിനി. ആദ്യം നമുക്ക് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം. ഇത് എങ്ങനെ നെമാറ്റോഡിനെ, അതായത് നീമവിരയെ കൺട്രോൾ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഇതൊരു ജൈവ വേട്ടക്കാരനെ പോലെ പ്രവർത്തിക്കുന്നു. ഈ ഉൽപ്പന്നം ഒരു പ്രത്യേകതര കെമിക്കൽ സിഗ്നൽ ഉപയോഗിച്ച് നെമാറ്റോഡുകളെ, മുട്ടകളെ തിരിച്ചറിയുന്നു. ആ മുട്ടകളെ തിരിച്ചറിഞ്ഞതിന് ശേഷം ഒരു മൈസീലിയം വര പോലെ ഉണ്ടാക്കുന്നു. ആ മുട്ടയ്ക്ക് ചുറ്റും മൈസീലിയം ഒരു വല പോലെ പ്രവർത്തിക്കുന്നു. ആ മൈസീലിയത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ മുട്ടയ്ക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ അത് കൈറ്റിനേസ്, പ്രോട്ടീനേസ് എന്ന പോലുള്ള എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ എൻസൈമുകൾ ഉൽപ്പാദിക്കുന്നതിലൂടെ ആ എൻസൈമുകൾ ആ എഗ് ഷെല്ലിനെ ഉരുക്കുന്നതിലൂടെ തന്നെ ഈ നെമാറ്റോഡുകൾക്ക് പുനരുൽപാദനം ചെയ്യാൻ പറ്റില്ല. അതായത് നെമാറ്റോഡുകളുടെ മുട്ടകൾ വിരിയില്ല. അതായത് മുട്ടകളുടെ 60 to 70% വരെ ഇങ്ങനെ ഇല്ലാതാക്കുന്നു. ഇത് കഴിഞ്ഞതിന് ശേഷവും ഏതെങ്കിലും തരത്തിലുള്ള നിമാവിരകൾ അവശേഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലിരുന്ന്, അതായത് ആ നിമാവിരയുടെ ശരീരത്തിൽ ഉള്ളിൽ കയറി പ്രവർത്തിക്കുന്നു. നിമാറ്റോഡിന്റെ എഗ് ജുവനൈൽ അഡൽട്ട് സ്റ്റേജിനെയും ആക്രമിക്കുന്നു. അതുകൂടാതെ തന്നെ ഫീമെയിൽ നെമാറ്റോഡിന്റെ ജീവിതഘട്ടത്തിലെ എല്ലാ സ്റ്റേജിനെയും ഇത് ആക്രമിക്കുന്നു. രണ്ടാമതായി ഇതിനെ തടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഉപയോഗിക്കാം കാത്യായനി നിമാപ്രൈം. ഇതിൽ പൊച്ചോണിയ ക്ലാമിഡോസ്പോറ ഉണ്ട്. ഇതൊരു ജൈവ കീടനാശിനിയാണ്, അതായത് ബയോപെസ്റ്റിസൈഡ്. ഇത് മണ്ണിൽ ഉപയോഗിക്കുന്ന സമയത്ത് റൈസോസ്പിയർ കോളനൈസ് ചെയ്ത് ഒരു ജൈവ കവചം തന്നെ ഉണ്ടാക്കുന്നു. ഈ നീമാവിര ആ കവചവുമായി ബന്ധപ്പെടുന്ന സമയത്ത് അത് നീമാവിരയെ ആക്രമിക്കുന്നു. നീമാവിരയെ ആക്രമിക്കുന്നതിനാൽ ആ നീമാവിരയുടെ ശരീരത്തിൽ കേടുപാടുകൾ ഉണ്ടാകുന്നു. അതിനാൽ ആ നീമാവിര മരണപ്പെടുന്നു. അതുമല്ലാതെ ഈ ഫംഗസ് ചെടിയുടെ വേരുകളിൽ ജീവിക്കുന്നു, എൻഡോഫൈറ്റിക് ആയി ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ ചെടിക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. ഇത് ചെടികളിൽ റെസിസ്റ്റൻസ് വർദ്ധിപ്പിക്കുകയും ജാസ്മോണിക് ആസിഡ് പോലുള്ള ആസിഡുകളെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇതിനാൽ ചെടിക്ക് സ്വന്തമായി ഭൂമിക്കടിയിലുള്ള കീടങ്ങളെ റെസിസ്റ്റൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി കൂട്ടും. കാത്യായനി നെമാപ്രൈമും കാത്യായനി നെമാക്യൂറും ഒരുമിച്ച് ഉപയോഗിക്കുന്നതിലൂടെ ഈ ഇരട്ടി ആക്രമണം ഒരുമിച്ചാകുന്ന സമയത്ത് ഭൂമിക്കടിയിലുള്ള ശത്രുക്കളെ ഒരുമിച്ച് ചെടിക്ക് ഒറ്റയ്ക്ക് തന്നെ നിയന്ത്രിക്കാൻ പറ്റും. ഇനി നമുക്ക് ഇത് എത്ര ഉപയോഗിക്കണം, അതായത് ഇതിന്റെ ഡോസിനെ പറ്റി നോക്കാം. അതായത് നെമാക്യൂർ ഉപയോഗിക്കുകയാണെങ്കിൽ, അതായത് നെമാക്യൂർ ലിക്വിഡ് ഫോമിൽ, അതായത് ദ്രാവക ഫോമിൽ ഉപയോഗിക്കുകയാണെങ്കിൽ 500 ml per 200 ലിറ്റർ എന്ന അളവിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം. അതല്ലാതെ പൗഡർ ഫോമിലാണ് നിങ്ങൾ അത് ഉപയോഗിക്കുന്നുവെങ്കിൽ 1 കിലോഗ്രാം പെർ ബാരലിൽ എന്ന കണക്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതായത് നിമാപ്രൈം ഉപയോഗിക്കുന്ന സമയത്തും ഈ പറഞ്ഞ അളവിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതായത് നിങ്ങൾ പൗഡർ ഫോമിലാണ് ഉപയോഗിക്കുന്നുവെങ്കിൽ 1 കിലോഗ്രാം പെർ ബാരൽ എന്ന കണക്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. അതല്ലാതെ നിങ്ങൾ ലിക്വിഡ്, അതായത് ദ്രാവക ഫോമിലാണ് ഉപയോഗിക്കുന്നുവെങ്കിൽ 500 മില്ലി പെർ 200 ലിറ്റർ എന്ന അളവിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നിങ്ങൾ ഇത് നിമാറ്റോഡുകൾക്കെതിരെയായി, അതായത് നീമവിരയ്ക്ക് എതിരെയായി ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ഉപയോഗിക്കണം. അതായത് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരുമിച്ച് ഉപയോഗിക്കണം. ഓരോ ചെടിക്കും 8 to 10 ലിറ്റർ എന്ന രീതിയിൽ സോയിൽ ഡ്രെഞ്ച്, അതായത് മണ്ണിൽ ഒഴിച്ച് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. നിങ്ങൾ ഒരിക്കലും ഇത് ഫോളിയർ സ്പ്രേ ചെയ്യരുത്. അടുത്തതായി ഇത് എപ്പോൾ ഉപയോഗിക്കണം എന്നുള്ളത് നോക്കാം. അതായത് നിങ്ങൾ ഇത് ഭൂമിയിൽ നെമാറ്റോഡ് ഇല്ലാത്ത സമയത്ത് വേണം ഉപയോഗിക്കാൻ. അതായത് ഇതിനു മുമ്പേ നിങ്ങൾ നിമാറ്റോഡിന്, അതായത് നീമവിരയ്ക്ക് എതിരായി ഏതെങ്കിലും മരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് 3 മാസത്തിന് ശേഷം മാത്രം നിങ്ങൾ ഇത് ഉപയോഗിക്കുക. ഈ പ്രൊഡക്റ്റിന് ലോങ് ലാസ്റ്റിംഗ് എഫക്റ്റ് ആണ്. അതായത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ചു കഴിഞ്ഞ് 6
6 മാസം വരെ നിങ്ങൾക്ക് ഇതിന്റെ ഗുണങ്ങൾ ലഭിക്കും. അടുത്തതായി ഒരു പ്രത്യേക കാര്യം, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള കെമിക്കൽ ഫംഗിസൈഡ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ നിങ്ങൾ ഇത് ഉപയോഗിക്കാതെ നോക്കണം. മിനിമം 15 ദിവസത്തെ ഗ്യാപ്പിന് ശേഷം നിങ്ങൾ ഇത് ഉപയോഗിക്കുക. 30 ദിവസം കൊണ്ട് തന്നെ ചെടിയിൽ പുഷ്ടി വരുന്നത് നിങ്ങൾക്ക് കാണാം. ചെടികൾ ഉണർന്നു തുടങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. 60 to 90 ദിവസത്തിനുള്ളിൽ ഇലകളിൽ ആരോഗ്യമുണ്ടാവും, ടില്ലറുകളും ഉണ്ടാവും. അതേ കർഷക സുഹൃത്തുക്കളെ, ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരം സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അത് ചോദിക്കാം. ഞങ്ങളുടെ വിദഗ്ധർ നിങ്ങളുമായി ബന്ധപ്പെടും. അതുമല്ലാതെ നിങ്ങളുടെ ഏലത്തോട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഞങ്ങളുമായി ഷെയർ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ബാക്കി ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.